പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. അൽത്താരയിൽ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുന്ന, സുഖപ്പെടുത്തുന്ന, കരുണ കാണിക്കുന്ന നിമിഷങ്ങളാണ്. തമ്പുരാനെ, ഈ കാരുണ്യത്തിൻ്റെ മണിക്കൂറിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളെയും ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. അനേകായിരങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് കർത്താവ് അവരുടേതായ വേദനകളെ, വിഷമങ്ങളെ, സങ്കടങ്ങളെയൊക്കെ പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഈ മക്കളെ, ഈ കുടുംബങ്ങളെല്ലാം കർത്താവെ നീ കരുണയോടെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ, നിങ്ങളായിരിക്കുന്ന കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥകളെ തമ്പുരാൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. ഇത് കർത്താവിൻ്റെ കരുണയുടെ മണിക്കൂറാണ്. കൃപയൊഴുകുന്ന സമയമാണിത്. ഈശോയെ, ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന്, പലവിധ പ്രശ്നങ്ങളുടെ നടുവിലിരുന്ന് നിന്നെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയ മക്കൾ ഇവരുടെ വേദനകളെ, സങ്കടങ്ങളെയൊക്കെ നിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ കർത്താവേ നീ കരുണയോടെ ഇവരെ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 107-ാം സങ്കീർത്തനം 1-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് വചനം പറയുന്നത്. രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞതാസ്തോത്രമാണ്. ജീവിതത്തിന് അതുപോലുള്ള വേളകളിലൂടെ ഒരുപക്ഷെ വല്ലാതെ തകർക്കപ്പെട്ട, മനസ്സ് വിഷമിച്ച, ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന, എല്ലാവരാലും തിരസ്കൃതരായ ഒക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളും ഒരുപക്ഷെ ഇന്നലകളിൽ കടന്നു പോയിട്ടുണ്ടാകാം. നമ്മൾ കടന്നുപോയ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്ന, ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന അനുഭവത്തിൽ നിന്നും പുറത്തു വന്നു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു ആശ്വാസമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്താൽ, സാന്നിധ്യത്താൽ രക്ഷിക്കപ്പെട്ട സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ്, നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് 107-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തകൻ പറയാണ്, കർത്താവിന് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നുവെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. കർത്താവേ, ഈ കാരുണ്യത്തിലേക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ വേദനകളെ, സങ്കടങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നേക്കും നിലനിൽക്കുന്ന നിൻ്റെ കാരുണ്യത്തിലേക്കാണ് ഞങ്ങളുടെ ജീവിതം ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, എന്നും നിലനിൽക്കുന്ന നിൻ്റെ കാരുണ്യത്തിലേക്കാണ് ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ, രോഗങ്ങളെ, തടസ്സങ്ങളെ, തകർച്ചകളെ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ആ കാരുണ്യത്തിൻ്റെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. കർത്താവേ, നിൻ്റെ കരുണയുടെ കരം നീട്ടണമേ. മനസ്സ് വിഷമിച്ച് കഴിയുന്ന മക്കള്, ഉള്ളിൽ ഒത്തിരി സങ്കടങ്ങൾ കൊണ്ട് നടക്കുന്നവർ, പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വേദനിക്കുന്ന മക്കള്, കർത്താവേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ, ഇവരെല്ലാം നീ ഇപ്പോൾ നിന്റെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. ഈശോയെ, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ടാകാം, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടാകാം,
ജീവിതത്തിൽ വല്ലാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ നീറിക്കഴിയുന്ന മക്കളുണ്ടാകാം. സാമ്പത്തിക കടബാധ്യതകളുടെ നടുവിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ടാകാം. ഈശോയെ, മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാത്ത കുടുംബങ്ങൾ, എല്ലാ വഴികളും അടഞ്ഞുപോയ ജീവിതങ്ങൾ, പ്രതീക്ഷിക്കാനൊന്നുമില്ലാത്തവര്, പ്രത്യാശ അറ്റുപോയവര്, ആകുലതകൾക്കും നിരാശകൾക്കും അടിമപ്പെട്ടു പോയ മക്കള്, കുടുംബാംഗങ്ങളിൽ നിന്നും കർത്താവേ സമൂഹത്തിൽ നിന്നൊക്കെ നിരവധിയായ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നവര്, കർത്താവെ ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളും ഉള്ളിലൊതുക്കി കഴിയുന്ന മക്കള്, കരുണ കാണിക്കണമേ. നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. നിന്റെ വിശുദ്ധീകരിക്കുന്ന കരം നീട്ടണമേ. നിന്റെ വിടുതൽ നൽകുന്ന കരം നീട്ടണമേ. ഈശോയെ, നിന്റെ അനുഗ്രഹിക്കുന്ന കരം ഈ ജനത്തിന്റെ മേൽ ഈ നിമിഷം നീ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവേ, ഇതാ ആഴിയുടെ അഗാധത്തിൽ നിന്നും നിന്നെ വിളിക്കുന്ന മക്കള്, ജീവിതത്തിന്റെ തകർച്ചകളുടെ നടുവിൽ നിന്ന്, കണ്ണുനീരിന്റെ നടുവിൽ നിന്ന് നിന്നെ വിളിക്കുന്ന മക്കള്, ദൈവമേ എന്ന് ഹൃദയം നുറുങ്ങി വിളിക്കുന്ന മക്കള്, ദൈവമേ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കള്, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. ഈശോയെ, ഇവരെ നീ സഹായിക്കണമേ. ഈശോയെ, ഈ മക്കൾക്ക് വേണ്ടത് നീ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കള്, ജീവിത പങ്കാളിയെ, കുടുംബാംഗങ്ങളെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, നീ സുഖപ്പെടുത്തണമേ, ഫലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവ്വം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. ഈശോയെ, കരങ്ങൾ കൂപ്പി തിരുസ്വരമനുഭവിച്ച ആമേൻ. നമുക്കൊരുക്കിടും അവനഖിലം കൃപ നൽകിടുമേ, ബലമണിക്കുമേ, മറമധുരമായി മാറിടുമേ. ഈശോ, ഈശോ, ഈശോയെ, അവനാരിലും വലിയവൻ. ആമേൻ. ഈശോ, ഈശോ, അവനാരിലും മതിയായവൻ. ഈശോ, ഈശോ, അവനാരിലും വലിയവൻ. ഈശോയെ, ഈശോ, ഈശോ, അവനാരിലും മതിയായവൻ. അവനാരിലും മതിയായവൻ. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ മുട്ടുമേലായിരിക്കുക, ഇല്ലെങ്കിൽ സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിരുന്നോ നിന്നൊക്കെ പ്രാർത്ഥിക്കുക. ലോകം മുഴുവനും വേണ്ടി കർത്താവിൻ്റെ കരുണ യാചിച്ച് കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ സഹനത്തോടും യോഗ്യതയോടും ചേർത്ത് വെച്ച് ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അനേകായിരങ്ങളാണ് ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളത്. ഒത്തിരിയേറെ വിഷയങ്ങളിൽ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരുണ്ട്. ഈശോയെ, എല്ലാ ദൈവമക്കളെയും നിൻ്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായ മക്കളെ സമർപ്പിക്കുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്. കർത്താവെ, രോഗാവസ്ഥ നടുവിൽ വേദനിക്കുന്നവരുണ്ട്. ICUവിലായിരിക്കുന്നവരുണ്ട്. ക്യാൻസറുകൾ, ട്യൂമറുകൾ മൂലം ഭാരപ്പെടുന്നവരും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ, ഹൃദയാഭിലാഷങ്ങളെ
ഈശോയെ സ്നേഹിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു, എല്ലാവരും ഉപരിയായി ഞങ്ങളെ സ്നേഹിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു ഈശോയെ, സർവശക്തിയോടും കൂടെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും